ഇടുക്കി ദേവികുളത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അഭിഭാഷകരുടെ പ്രതിഷേധം. മറയൂർ ഡിഎഫ്ഒയ്ക്കും റേഞ്ച് ഓഫീസർക്കുമെതിരെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ദേവികുളം ഡിഎഫ്ഒ ഓഫീസിന് മുന്നിൽ ദേവികുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മറയൂരിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അഭിഭാഷകർക്കെതിരെ പൊതുജനമധ്യത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്നതായി ആരോപിച്ചായിരുന്നു ബാർ അസോസിയേഷന്റെ പ്രതിഷേധം. കഴിഞ്ഞ മാസം മറയൂരിൽ വനം വകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകനെതിരെ കള്ള ആരോപണങ്ങൾ ഉയർത്തുകയും മാധ്യമങ്ങളിലൂടെ അത് പ്രചരിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുകയാണെന്ന് അഭിഭാഷകർ പറഞ്ഞു. ദുഷ്ടലാക്കോടുകൂടി അഭിഭാഷകനും ഈ കേസിൽ പങ്കുണ്ട് എന്നുള്ള വ്യംഗ്യേന റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അഭിഭാഷകന് അന്വേഷണവുമായി സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമാനുസൃതമുള്ള നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇത് തികച്ചും നിയമത്തിനെതിരാണ്. അപ്രകാരമുള്ള നടപടികൾ അഭിഭാഷക സമൂഹത്തിന് അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല. അഭിഭാഷകർക്ക് സ്വതന്ത്രമായി അവരുടെ അഭിഭാഷക വൃത്തി നിർവഹിക്കുവാൻ സാധിക്കുകയില്ല. ഇത് അവരുടെ പ്രൊഫഷന് മേലുള്ള അവരുടെ അഭിഭാഷക വൃത്തിക്ക് മേലുള്ള ഒരു കടന്നുകയറ്റമാണ്. ഇത് അനുവദിക്കത്തക്ക ഒരു സംഗതിയല്ല. അതിനെതിരെയാണ് ഞങ്ങളുടെ ഈ പ്രതിഷേധം ഞങ്ങൾ ഇന്നിവിടെ ആരംഭിച്ചിട്ടുള്ളത്. ദേവികുളം RDO ഓഫീസിന് മുമ്പിൽ നിന്നും ആരംഭിച്ച അഭിഭാഷകരുടെ പ്രതിഷേധ പ്രകടനം DFO ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തുടർന്നാൽ പ്രതിഷേധം തുടരുമെന്ന് അഭിഭാഷകർ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ഡിസംബറിൽ മറയൂരിലെ ചന്ദനക്കടത്തുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിന് ശേഷമാണ് മറയൂരിലെ വനപാലകരും അഭിഭാഷകരും തമ്മിലുള്ള പോര് തുടങ്ങിയത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.